വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കെ ബാബു എംഎൽഎയെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിരുന്നു. അർച്ചനയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അർച്ചന, എന്തായാലും കെ ബാബു എംഎൽഎയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ഇപ്പോൾ പ്രതിയാക്കി കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇഡിയുടെ നടപടികൾ? പ്രധാനമായും ബാബുവിനെ സംബന്ധിച്ച് വലിയൊരു കുറിപ്പ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇഡി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ ഇഡി ഘട്ടത്തിൽ 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടുകിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയത്. മാത്രമല്ല, ഈ വിജിലൻസ് എഫ്ഐആറിന്റെ പശ്ചാത്തലത്തിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. 2018 മാർച്ചിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഇഡി ശരിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ 2007 അതുപോലെ 2016 വരെ ഇത്തരത്തിൽ ഈ കാലയളവിലെല്ലാം കെ ബാബു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ ബാബു എംഎൽഎയെ പ്രതിയാക്കിക്കൊണ്ട് ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, അയാൾ കോൺഗ്രസിന്റെ UDFന്റെ സർക്കാരിന്റെ എക്സൈസ് തുറമുഖ മന്ത്രിയായിരുന്ന കാലയളവിലെല്ലാം തന്നെ ഇത്തരത്തിൽ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് വിജിലൻസിന്റെയും ഇഡിയുടെയും കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇഡി കടന്നിരിക്കുന്നത്. എന്തായാലും ബാബു എംഎൽഎയെ സംബന്ധിച്ച് ഇത് വലിയ കുരുക്കായി മാറുകയാണ്. തീർച്ചയായും അർച്ചന, എന്തായാലും 2007 മുതൽ 2016 വരെയുള്ള കാലയളവിൽ അദ്ദേഹത്തിന്റെ അനധികൃതമായി അദ്ദേഹം സമ്പാദിച്ച സ്വത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് കെട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അർച്ചന? തീർച്ചയായും വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് ഈ എഫ്ഐആറിന്റെ പശ്ചാത്തലത്തിൽ ഇഡി കൂടി അന്വേഷണം ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ കുറ്റപത്രം, അതായത് വ്യക്തമായ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നത് ഈ വരവിൽ കവിഞ്ഞ കെ ബാബു ഇത്തരത്തിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് ഇഡിക്ക് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, ഈ 25.82 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം കെ ബാബു കുറ്റം ചെയ്തതായും ഇഡി നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ബാബു കൃത്യമായി ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ട്, അതായത് ഇത്തരത്തിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇഡി ഇപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇഡിയും ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായ സ്വത്ത് സംബന്ധിച്ച് നടത്തിയത്. 2 വർഷം മുമ്പ് കെ ബാബുവിനെ ഇഡി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ അദ്ദേഹത്തെ തവണ വിജിലൻസും അതുപോലെ ഇഡിയും എല്ലാം ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം എംഎൽഎ കൂടിയാണ്. എന്നാലും ഈ മന്ത്രിയായിരുന്ന സമയത്ത് അടക്കം സമയങ്ങളിലെല്ലാം നേതൃത്വത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നും വിജിലൻസും ഇഡിയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയാക്കിക്കൊണ്ട് കെ ബാബുവിനെതിരെ കുറ്റപത്രം ഇഡി സമർപ്പിച്ചിരിക്കുന്നത്. അതായത് വലിയൊരു കുരുക്കിലേക്ക് ഈ സംഭവം കേസ് മാറുകയാണ്. ഭദ്ര, വ്യക്തമാണ് അർച്ചന. എന്തായാലും എംഎൽഎ കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇഡി 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിരുന്നു.